प्रिय बच्चे, सभी ठीक है ना? ओके। पहले कक्षा में हमने श्री गजानन माधव मुक्तिबोध का पक्षी और दीमक नामक कहानी का कुछ अंश के बारे में चर्चा किया। उस प्रस्तुत कहानी में नौजवान पक्षी का एक शौक के बारे में, शौक, उस नौजवान पक्षी का शौक क्या है? एक दिन नौजवान पक्षी का विशेषता ऊंचाई पर उड़ने वाला पक्षी था। एक दिन आकाश में उड़ते समय नीचे ज़मीन से एक आवाज़ सुना। उस आवाज़ क्या है? एक गाड़ी वाले का आवाज़ है। वह कैसा है? वह दो दीमकों को लो, एक पंग दो, या एक पंग के बदले दो दीमकें देने का एक आवाज़ है। यह आवाज़ सुनते समय नौजवान पक्षी ने ऊंचाइयों को छोड़कर नीचे उतरा। ओके। इसके उपरांत गाड़ी वाले और नौजवान पक्षी का बीच का एक सौदा तय किया। वह सौदा क्या है? गाड़ी वाले को नौजवान पक्षी ने अपने हर दिन एक पंग देकर दो दीमकें लेते हैं। ओके। वह नौजवान पक्षी को बहुत बड़ा सुविधा लगा। ओके। नेक्स्ट, पेज नंबर 18, लास्ट पैराग्राफ। कुछ दिनों तक ऐसा ही चलता रहा। एक दिन उसके पिता ने देख लिया। उसने समझाने की कोशिश की कि बेटे, दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिया जा सकते। ओके। कुछ दिनों तक അല്ലേ, കുറച്ച് ദിവസങ്ങൾ വരെ ഐസാ ഹി ചൽത്താ രഹാ, ഇപ്രകാരം നടന്നു. കൈസ എങ്ങനെയായിരുന്നു? കിസ് പ്രകാർ, ഏത് തരത്തിലാണ് നടന്നത്? ഏക്ക് പങ്ക് കെ ബദലെ ദോ ദീമകേം ലേന, അല്ലേ, ഒരു ചിറകിന് നൗജവാൻ പക്ഷിക്ക് ഏക്ക് പങ്ക് കെ ബദലെ ദോ ദീമകേം ലേന, അല്ലേ, നൗജവാൻ പക്ഷിയുടെ ഒരു ചിറകിന് പകരം, ഒരു തൂവലിന് പകരം രണ്ട് ചിതലുകളെ എടുക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയ നടന്നു. एक दिन, അങ്ങനെ ഒരു ദിവസം उसके पिता ने, नौजवान पक्षी के पिता ने, അല്ലേ, नौजवान പക്ഷിയുടെ പിതാ देख लिया, ഇത് കാണാനിടയായി. സൗദ. ഓക്കെ. उसने समझाने की कोशिश की. അങ്ങനെ അദ്ദേഹം പക്ഷിയുടെ അച്ഛൻ എന്ത് ചെയ്തു? उसने समझाने की, അതിനെ മനസ്സിലാക്കിപ്പിക്കുക. അപ്പോൾ ഉസ്നെ സമജാനേക്ക്, പക്ഷിയുടെ അച്ഛൻ അതിനെ സമജാനേക്ക്, മനസ്സിലാക്കിപ്പിക്കാനുള്ള കോശിഷ്കി, ശ്രമം നടത്തി. ഓക്കെ. ശ്രമം നടത്തി. കി, അതായത് എങ്ങനെ പറഞ്ഞത്? പക്ഷിയുടെ ഫാദർ എന്താ പറഞ്ഞത്? ബേട്ടെ, മോനെ, ദീമകേം ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹെ, ചിതലുകൾ ഹമാര, നമ്മുടെ സ്വാഭാവിക് ആഹാർ നഹി ഹെ, എന്തല്ല? സ്വാഭാവിക ആഹാരമല്ല. ഔർ ഉൻകെ ലിയെ അപ്പിനെ പങ്കുത്തോ, പിന്നെ ഉൻകെ ലിയെ, അതിന് വേണ്ടിയിട്ട്, അല്ലേ, അതായത് ആ സ്വാഭാവിക ആഹാരമല്ലാത്ത ചിതലുകൾക്ക് വേണ്ടിയിട്ട് അപ്പിനെ പങ്കുത്തോ, തൻ്റെ ചിറകുകളൊന്നും ഹർഗിജ് നഹീം ദിയാ ജാ സക്തെ. ഹർഗിജ് മീൻസ് നെവർ, ഒരിക്കലും. നഹീം ദിയാ ജാ സക്തെ, ഒരിക്കലും നീ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ पिता का नौजवान पक्षी की शौक के बारे में, नौजवान पक्षी के दीमकों गाने की शौक के बारे में पिता की राय क्या है? പിതാവിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? അതായത് ചിതലുകളെ ഭക്ഷിക്കാനുള്ള ഈ നൗജവാൻ പക്ഷിയുടെ ആ അത്യാഗ്രഹം, ആ ആഗ്രഹത്തിനെതിരായിക്കൊണ്ട് നമ്മുടെ പക്ഷിയുടെ പിതാവിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ദീമകേം ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹെ, അല്ലേ, ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. ഉൻകെ ലിയെ അപ്നെ പങ്ക് കോ ഹർഗിജ് നഹീം ദിയാ ജാ സക്തെ, അത് അണ്ടർലൈൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ
നിന്റെ ചിറകുകൾ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു അഡ്വൈസാണ് അദ്ദേഹം കൊടുത്തത്. ओके, नेक्स्ट पैराग्राफ. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. उसे जमीन पर उतरकर दीमकें खाने की चट ले गई थी. अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. दीमकों का शौक अब उस पर हावी हो गया था. लेकिन बट എന്നാൽ उस नौजवान पक्षी ने ആ नौजवान पक्षी ബഡേ ഹി ഗർവ് സെ വളരെ ഒരു ഗർവ് അഹങ്കാരത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അപ്പന മുഖ് ദൂസരി ഓർ കർ ലിയ. അച്ഛൻ പറയുന്നത് കേൾക്കാതെ തൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ മുഖറിന വായി എന്നാണ് അർത്ഥം. ഇവിടെ തൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന കാര്യം കേൾക്കാതെ വേറൊരു ഭാഗത്തേക്ക് അത് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്തില്ല. ഉസേ ജമീൻ പർ ഉദർക്കർ, അങ്ങനെ ആ പക്ഷി എന്ത് ചെയ്തു, ജമീൻ പർ ഉദർക്കർ ദീമകെ ഗാനേക്ക് ചട് ലഗീതി, അല്ലേ, നിലത്ത് ഭൂമിയിൽ വന്നിട്ട് ദീമകെ ഗാനേക്ക് ആ ചിതലുകളെ കഴിക്കാനുള്ള ചട് ലഗീതി ആ ഒരു പ്രവർത്തനം അത് ചെയ്തുകൊണ്ടേയിരുന്നു. അബ് ഉസേ ന തോ ദൂസരെ കീടെ അച്ഛേ ലഗ്തേ, അല്ലേ, ജോ കുച്ച് കീടെ വായുസെ മിൽത്തേ തേ ഉൻ പക്ഷിയോംകോ, ഏത് കീടങ്ങളാണോ വായുവിൽ നിന്ന് അവർക്ക് ലഭ്യമായിരുന്നത്, ഉൻ കീടോംകോ, അതാണ് പറയുന്നത്. അബ് ഉസെ ഇന്നത്തോ, അബ് ഇപ്പോൾ, ഉസെ അവന്, ഇന്നത്തോ ദൂസരെ കീടെ മറ്റ് കീടങ്ങളൊന്നും, അച്ഛേ ഇന്ന ലഗത്തെ ഇഷ്ടമല്ലായിരുന്നു, മറ്റ് കീടങ്ങളെ കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ഇന്ന ഫൽ ഫ്രൂട്ട്സ് ഇഷ്ടമല്ല, ഇന്ന അനാജ് കെ ദാനെ, അല്ലേ, ധാന്യങ്ങളൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. ദീമകോം കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ താ, അതായത് ദീമകോം കാ ഷൗക്ക് ഈ ചിതലുകളെ കഴിക്കാനുള്ള ആഗ്രഹമാണ് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ താ, അതിനാണ് ഇവൻ അഡിക്റ്റ് ആയത്. മനസ്സിലാവുണ്ടോ? അപ്പം നൗജവാൻ പക്ഷിക്ക് അബ് ദീമകോം കോ ഗാനേ കാ ഷൗക്ക് താ, അല്ലേ, ചിതലുകളെ കഴിക്കാനുള്ള ആ ഒരു ശീലത്തിൽ അഡിക്റ്റായി നമ്മുടെ നൗജവാൻ പക്ഷി. अन्य कीड़ों फल अनाज की दाने न अच्छे लगते थे, അല്ലേ, അനാജ് കെ ദാനയും ധാന്യമണികളും അതുപോലെ ഫലങ്ങളും ഒന്നും ഇതിന് നന്നായി തോന്നിയില്ല. ഓക്കെ, नेक्स्ट पैराग्राफ. लेकिन ऐसा कितने दिनों तक चलता, उसके पंखों की संख्या लगातार घटती चली गई. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. न बहुत समय तक पंख उसे सहारा दे सकते थे. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हाफते हुए बैठ जाना पड़ता. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. वह बहुत पिछड़ जाता, फिर भी दीमक गाने का उसका शौक कम नहीं हुआ. दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा. ओके, अब नौजवान पक्षी पूरी तरह ദീമകോം കോ ഗാനെ കാ ഷൗക്ക് മേ ഹാവി ഹോ ഗയാ താ, അതായത് ഇപ്പം നമ്മുടെ നൗജവാൻ പക്ഷി പൂർണ്ണമായിട്ടും ചിതലുകളെ മാത്രം ഭക്ഷിക്കൂ എന്നുള്ള ഒരു കാര്യത്തിൽ അഡിക്റ്റായി കൊണ്ടിരുന്നു. ലേക്കിൻ ഐസ കിത്തനെ ദിനോം തക്ക് ചൽത്ത, ലേക്കിൻ എന്നാൽ, ഐസ ഇപ്രകാരം, കിത്തനെ ദിനോം തക്ക് ചൽത്ത എത്ര ദിവസങ്ങൾ വരെയാണ് പോയത്, ഉസ്കെ അങ്ങനെ ഈ കാര്യം, ഈ ഒരു പ്രവർത്തനം, ഏത് കാര്യം, ഏക്ക് പങ്ക് കെ ബദലെ ദോ ദീമകേം ഗാന ഈസ് നൗജവാൻ പക്ഷിയും കാ ഷൗക്ക് കൈ ദിനോം തക്ക് ചൽത്താ രഹ, ഒരുപാട് ദിവസങ്ങൾ വരെ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഉസ്കെ പങ്കോം കി സംഖ്യ, ഇസ്കെ കാരണം, ഇത് കാരണം, ഉസ്കെ പങ്കോം കി സംഖ്യ അതിൻ്റെ പങ്ക് മീൻസ് ചിറകുകൾ, അല്ലേ, അതായത് തൂവൽ. पंखों की संख्या लगातार घटती चली गई. घटना मीन्स कम होना കുറഞ്ഞു വരിക. ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാതാർ ഘടത്തി ചലി ഗയി, അതിൻ്റെ ചിറകുകളുടെ എണ്ണം കുറഞ്ഞു വരാൻ തുടങ്ങി. അബ് വ ഊഞ്ചായിയോം പർ, അബ് നൗ ഇപ്പോൾ, വഹ് അതിനെ, ഊഞ്ചായിയോം പർ ഉയരങ്ങളിൽ, അപ്പന സന്തുലൻ തൻ്റെ സന്തുലിത അവസ്ഥ, എന്താ സന്തുലിത അവസ്ഥ, അത് ബാലൻസ് ചെയ്യാനല്ല, ഉയരങ്ങളിൽ പറക്കുമ്പോൾ ചിറകുകൾ വേണമല്ലോ, അപ്പോൾ അതിനുള്ള ഒരു സന്തുലിത അവസ്ഥയിൽ സന്തുലന എന്ത് ചെയ്യാണ്, സാധ് നഹീം സക്താത്ത
ആയിക്കൊണ്ടിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ സന്തുലനം ചെയ്യാൻ, അത് ബാലൻസ് ചെയ്യാൻ, പറക്കുന്ന സമയത്ത് ചിറകുകൾ കൊണ്ട് വേണമല്ലോ ബാലൻസ് ചെയ്യാൻ, ആ ഒരു ബാലൻസ് അതിന് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. കാരണം ക്യാ ഹേ, ദീമകോം ഗാനേക്ക് ഷൗക്ക് സെ അപ്പനെ പങ്ക് ദേ ദേക്കർ, തൻ്റെ ചിറകുകൾ അങ്ങനെ നൽകിയിട്ട് ഊഞ്ചായോ പർ ഉഡ്നേക്ക്, അല്ലേ, ഉയരങ്ങളിൽ പറക്കാനുള്ള ഉസ്കി സന്തുലനം, അതിൻ്റെ സന്തുലനം സാധ് നഹി സക്തി, അല്ലേ, സാധ്യമാവാതിരിക്കാൻ തുടങ്ങി. ന ബഹുത് സമയത്തക്ക് പങ്ക് ഉസെ സഹാര ദേ സക്തേ തേ, ന ബഹുത്ത് സമയം, ഒരുപാട് സമയം എന്താണ്, തക്ക് പങ്ക് ചിറകുകൾ, ഉസേ സഹാര ദേ സക്തേ തേ, ന ബഹുത്ത് സമയത്തക്ക് ഒരുപാട് സമയം വരെ ചിറകുകൾ കൊണ്ട് പറക്കാൻ അതിന് സന്തുലനം അതിന് നഷ്ടപ്പെട്ട് കൊണ്ടേയിരുന്നു, ചിറകുകൾ സഹായിക്കാതെയായി. കാരണം എന്താണ്, ചിറകുകൾ ഓരോന്നോരോന്ന് നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. ആകാശ യാത്രക്ക് ദൗരാൻ ഉസേ, അങ്ങനെ ആകാശയാത്രയുടെ സമയത്ത്, ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് ഉസേ അവന് ജൽദി പഹാടി ചട്ടാനും, ഇടയ്ക്കിടയ്ക്കൊക്കെ പഹാടി ചട്ടാനും, പർവ്വതങ്ങളുടെയും കല്ലുകളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി. അതുപോലെ പേടോം കി ചോട്ടിയോ, മരത്തിൻ്റെ മുകളിൽ ഗുംബദോം ഓർ ബുർജോം പർ ഹഫ്തേ ഹുയേ, കുംഭഗോപുരങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഹഫ്തേ ഹുയേ എന്താണ്, ക്ഷീണിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ബൈറ്റ് ജാന പടുത്ത, പറക്കുന്ന സമയത്ത് ആ പറക്കാനുള്ള ബാലൻസ് നഷ്ടപ്പെട്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് പർവ്വതങ്ങളിലും, അതായത് കല്ലുകളിലും അതുപോലെ മരങ്ങളിലൊക്കെ അത് ക്ഷീണിച്ചിരിക്കാൻ തുടങ്ങി. ഉസ്കെ പരിവാർ വാലെ തഥാ മിത്ര ഊഞ്ചായോ പർ തരത്തെ ഹുയെ ആകെ ബഡ് ജാത്തെ, ലേക്കിൻ എന്നാൽ ഉസ്കെ പരിവാർ വാലെ, അതിൻ്റെ പക്ഷിയുടെ കുടുംബത്തിലുള്ള ആളുകൾ എന്താണ്, അതുപോലെ മിത്ര ഫ്രണ്ട്സ്, ഊഞ്ചായും പർ ഉയരങ്ങളിൽ, തൈർത്തേ ഹുയെ പറന്നുകൊണ്ട്, ആകെ ബഡ് ജാത്ത ഹെ അവർ പോയിക്കൊണ്ടിരുന്നു. वो बहुत पिछड़ जाता है, അങ്ങനെ ഉസ് നൗജവാൻ പക്ഷിക്ക് ഹാലത്ത് കേസാ ഹെ, वो बहुत पिछड़ जाता है, അത് വളരെയധികം ബാക്കിലായി പറഞ്ഞാൽ തൈർനേമേ ബഹുത്ത് അധികം പിച്ചഡ് ജാത്താ ഹെ, പിച്ചഡ്ന എന്ന് പറഞ്ഞാൽ ബാക്കിലാവുക. ഓക്കെ, വ ബഹുത്ത് പിച്ചഡ് ജാത്ത, അത് വളരെയധികം പിന്നോക്കമായി പറക്കുന്ന കാര്യത്തിൽ. फिर भी दीमक गाने का उसका शौक कम नहीं हुआ, वह पक्षी नौजवान पक्षी पिछड़ होने का कारण क्या है, ആ പക്ഷി ബാക്കിലാവാനുള്ള കാരണം എന്തായിരുന്നു, ദീമകോം കി ഷൗക്ക് സെ അപ്പനെ പങ്ക് ദേക്കർ ഉഡ്നേക്ക സന്തുലൻ നഷ്ട ഹോഗയാ, അല്ലേ, അതായത് ചിതലുകളെ കഴിക്കാനുള്ള ആർത്തി കൊണ്ട് തൻ്റെ ചിറകുകൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുത്തിയിട്ട് അതിനിപ്പോൾ എന്താണ്, ആകാശത്തിൽ പറക്കാനുള്ള ഒരു കണ്ടീഷൻ, എന്താണ്, ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫിർബി എന്നിട്ടും ദീമക് ഗാനേക്ക ചിതലുകളെ കഴിക്കാനുള്ള ഉസ്കാ ഷൗക്ക് അവൻ്റെ അത്യാഗ്രഹം കം നഹി ഹുവ കുറഞ്ഞൊന്നും പോയില്ല, അതായത് അതിൽ കുറവൊന്നും ഉണ്ടായില്ല. ദീമകോം കെ ലിയെ ഗാഡി വാലേ കോ വ അപ്നെ പങ്ക് തോട് കർ ദേത്താ രഹ, ദീമകോം കെ ലിയെ, അല്ലേ, ചിതലുകൾക്ക് വേണ്ടിയിട്ട് ഗാഡിവാലെ, എന്താ ഗാഡിവാലെ, ഗാഡിവാലയ്ക്ക് വ അപ്നെ പങ്ക് തൻ്റെ ചിറകുകൾ, തൂവലുകൾ തോട് കർ ദേത്താ രഹ അതിങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है, वह मुर्गों का काम है. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता था. वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. धीरे धीरे उसकी यह शक्ति भी कम होती गई और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता, लेकिन दीमक खाने का शौक नहीं छूटा. फिर എന്നാൽ उसने सोचा അവൻ ചിന്തിച്ചു, किसने सोचा, नौजवान पक्षी सोचा कि അതായത് ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിജൂൽ ഹെ, ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിജൂൽ ഹെ, അതായത് ആകാശത്തിൽ പറക്കുക എന്നുള്ളത് എന്താണ്, ഒരു വേസ്റ്റായ കാര്യമാണ്. വ മൂർഗോം കാ കാം ഹെ, അതെന്താണ്, മൂർഗോം കാ, മൂർഗ് മീൻസ് ഫൂളിഷ്, അല്ലേ, വിഡ്ഢികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആകാശത്ത് വളരെ ഉയരത്തൊക്കെ പോയി പറക്കുക എന്നുള്ളത് എന്നിവൻ ചിന്തിക്കാൻ തുടങ്ങി. ഉസ്കി ഹാലത്ത് യഹിത്തി അവൻ്റെ അവസ്ഥ ഇതായിരുന്നു, കി അതായത് അബ് വ ആസ്മാൻമേ ഇപ്പോൾ അവന് ആസ്മാൻമേ ആകാശത്തിലെ ഉഡിഹി നെഹി സക്ത പറക്കാനൊന്നും കഴിയുമായിരുന്നില്ല. വ സിഫ് ഏക്ക് പേട് സെ ഉഡ്കർ ദൂസരെ പേട് തക് പഹുഞ്ച് പാത്ത,
ऊंचे आसमान में उड़ने वाले वह नौजवान പക്ഷി की हालत अब कैसा है? ഉയരെ ആകാശങ്ങളിൽ പറന്നിരുന്ന ആ പക്ഷിയുടെ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നു? വഹ് അബു വഹ് ആസ്മാൻ മേ ഉഡ് നഹി സക്തെ അല്ലേ, ഇപ്പോൾ അവന് ആകാശത്തിൽ പറക്കാനൊന്നും കഴിഞ്ഞില്ല. വസിഫ് അവനിപ്പോൾ എന്താണ്? ഏക്ക് പേട് സേ ഉടുക്കർ ഒരു മരത്തിൽ നിന്ന് ഉടുക്കർ പറന്നിട്ട് ദൂസരേ പേട് തക്ക് അടുത്ത മരത്തിലേക്ക് മാത്രമേ പഹൂഞ്ച് പാത്ത എത്താൻ സാധ്യമായിരുന്നുള്ളൂ. ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു. ധീരെ ധീരെ പിന്നെ മെല്ലെ മെല്ലെ ഉസ്കി ഏത് ശക്തി ബി അല്ലേ, അവൻ്റെ ഈ ഒരു ശക്തി ഈ ഒരു കഴിവ് കൂടി കം ഹോത്തി ഗൈ കുറയാൻ തുടങ്ങി അല്ലേ. അതായത് ഏക്ക് പേട് സേ ദൂസരി പേട് തക്ക് ഉഡ്നെ വാലെ വ പക്ഷി ഉസ്കി വ ശക്തി ബി നഷ്ട ഹോ ഗയി, അതിൻ്റെ ആ ശക്തിയും കൂടി നഷ്ടപ്പെടുത്തി. പിന്നെയും എന്താണ്? ചിതലുകളെ കഴിക്കാനുള്ള ആഗ്രഹത്താൽ വീണ്ടും ചിറകുകൾ അങ്ങനെ നൽകിക്കൊണ്ടേയിരുന്നു. ഔർ ഏക്ക് സമയം ഇപ്പോൾ ഏക്ക് സമയം ഒരു സമയത്ത് വ ആയ ഒരു സമയം അവന് വന്നു. ഇപ്പോഴത്തെ ഈ സമയം എന്തായിരുന്നു അവൻ്റെ? ജബ് വ ബഡി മുഷ്കിൽ സെ വളരെ മുഷ്കിൽ പ്രയാസത്തോടു കൂടി പേടിക്ക് ഏക്ക് ഡാൽ സെ ഒരു മരത്തിലെ ഒരു ഡാൽ ഒരു കൊമ്പിൽ നിന്ന് ലഗി ഹുയി ദൂസരി ഡാൽ പർ ഇപ്പോൾ ഒരു മരത്തിലെ ഒരു ശിഖരത്തിൽ നിന്ന് മറ്റൊരു ശിഖരത്തിലേക്ക് മാത്രമേ അവന് പറക്കാൻ സാധ്യമായുള്ളൂ. ചൽക്കർ ഫുദക്ക് കർ പൗഞ്ചത്താ ഹെ പിന്നെ അവൻ എന്താണ്? മെല്ലെ ചൽക്കർ പിന്നെ നടക്കാനുള്ള ഒരു അവസ്ഥയുള്ളൂ അവന്. ലേക്കിൻ ദീമക് ഖാനേക്ക ഷൗക്ക് നെഹീൻ ചൂട്ട എന്നിട്ടും ദീമക് ഖാനേക്ക ആ ചിതലുകളെ കഴിക്കാനുള്ള ആ ഷൗക്ക് അത്യാഗ്രഹം നെഹീൻ ചൂട്ട അവൻ എന്ത് ചെയ്തില്ല? ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഓക്കെ, कक्षा में तुमको क्या क्या मालूम हो गया? बहुत ऊंचाई में उड़ने वाले नौजवान पक्षी ने अपनी दीमक खाने की शौक से अपने एक एक पंख देकर उस उड़ने वाले शक्ति को नष्ट किया है. इससे ഉസ് പക്ഷിക്കോ ബഹുത് അധിക മുഷ്കിൽ ഹോനെ ലഗ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടു. ലേക്കിൻ ഫിർബി എന്നിട്ടും വോ പക്ഷി ധീമകയും ഖാനേക്ക് ഷൗക്കിനെയും ചൂട്ട അല്ലേ, അതായത് ചിതലുകളെ കഴിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചില്ല. ഓക്കെ, ഇസ്മേ കുച്ച് പ്രശ്ന ബി ഹെ ഇതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഉസ് നൗജവാൻ പക്ഷിക്ക് വിശേഷത ക്യാ ഹെ ആ നൗജവാൻ പക്ഷിയുടെ വിശേഷത പ്രത്യേകത എന്തായിരുന്നു? ബഹുത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി താ അല്ലേ, വളരെ ഉയർത്ത് പറക്കാൻ കഴിവുള്ളൊരു പക്ഷിയായിരുന്നു. പിന്നെ ദൂർ ദൂർ കി ഭനക് ഔർ ദൂർ ദൂർ കി മഹക്ക് ഉസ് പക്ഷിക്കോ മിൽത്തേത്തെ അല്ലേ, ദൂരെ നിന്നുള്ള ചെറിയ സൗണ്ട് അതുപോലെ ഗന്ധം പോലും അതിന് കിട്ടുമായിരുന്നു. ഓക്കെ, ഏക് ദിൻ ഉസ് നൗജവാൻ പക്ഷിനെ ക്യാ സുനാ आकाश में उड़ते समय क्या सुना? नौजवान पक्षी की धीमगे गाने की शौक में अब पक्षी की पिता की राय क्या है? पिता अनेक बार उस पक्षी को समझाने की कोशिश की. वह क्या है? അതെന്തായിരുന്നു? दीमक हमारा स्वाभाविक आहार नहीं है, इसके लिए अपने पंख को नहीं नष्ट करो അല്ലേ, നിന്റെ ചിറകുകൾ നീ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. ഈ അസ്തിത്വം നഷ്ട ഇന്ന കരോ അതായത് നിന്റെ അസ്തിത്വം നീ നഷ്ടപ്പെടുത്തരുത് എന്ന് അദ്ദേഹം അഡ്വൈസ് ചെയ്തു. ലേക്കിൻ നൗജവാൻ പക്ഷി യഹ് നഹി സുന ഇത് നൗജവാൻ പക്ഷി കേട്ടില്ല, അംഗീകരിച്ചില്ല. नौजवान पक्षी को दीमक गाने की बहुत अधिक शौक था. ओके, अब नौजवान पक्षी की हालत कैसा है? अब न अनाज के दाने, दूसरे कीड़े, फल आदि न अच्छे लगते. ओके, अब नौजवान पक्षी की हालत कैसा है? बहुत ऊंचाइयों में उड़ने वाले वो पक्षी की हालत इसकी शौक के कारण, दीमकों की शौक के कारण
आकाश में उड़ते समय हफ्ते हुए चट्टानों, पहाड़ों, गुंबदों, बुर्जों पर बैठने लगा। उसके उपरांत उसके उड़ने की शक्ति कैसा है? एक पेड़ से दूसरी पेड़ तक उड़ने को सगा। इसके उपरांत एक पेड़ के एक डाली से दूसरे डाली तक उड़ने सका। ओके। फिर भी वह धीमा गाने की वह शौക്ക് नहीं छूटा. എന്നിട്ടും അത് അതിൻ്റെ ഇത്രയൊക്കെ നഷ്ടം, അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ള അതിന് സ്വയം ബോധ്യപ്പെട്ടിട്ട് കൂടിയും അവന് എന്ത് ചെയ്യാൻ തുടങ്ങിയില്ല, അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു അല്ലേ. തനിക്ക് കഴിയാത്ത കാര്യം, അതായത് നീലാകാശങ്ങളിൽ ഉയരത്തിൽ പറക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്തും താൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ, മറ്റുള്ളവരുടെ കഴിവിനെ അപമാനിക്കാൻ, അല്ലെങ്കിൽ കഴിവിനെ കുറ്റപ്പെടുത്താനാണ് ഈ പക്ഷി സ്വയം ശ്രമിച്ചത്. അതായത് ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു, അതായത് ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിജൂൽ ഹേ വ മൂർഖോം കാ കാം ഹേ. അതിന് എന്താണ് അങ്ങനെ ചിന്തിച്ചത്? അതായത് ആകാശത്തിൽ പറക്കുക എന്നുള്ളത് വിഡ്ഢികളുടെ പ്രവർത്തനമാണ്, അവർ ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു. ओके, आज की कक्षा अभी समाप्त करती हूँ. धन्यवाद, फिर मिलेंगे.